ഇതേപോലെ കേൾക്കുന്നുണ്ടോ? അമ്മ ഇന്നലെ 5 മണിക്ക് എഴുതി ഒരു ദിവസം സ്കൂളിൽ പോകേണ്ട ദിവസമാണോ വൈകുന്നേ? ആ, സ്കൂളിൽ പോകുന്ന ദിവസമാണോ നീ വൈകുന്നത്? നീ എന്നാലും ഒരു 7 മണിക്ക് ഇവിടെ വന്ന രാവിലെ ഒരു 7 മണിക്ക് ഇവിടെ വന്ന് സമാധാനത്തോടെ നീ ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്തേലും? അമ്മേ ഇത്രയും ദിവസം വീട്ടിൽ ഇരുന്ന് പറഞ്ഞു ഇന്ന് ചെയ്യേണ്ടത് ഇന്നല്ലേ ചെയ്യാൻ പറ്റൂ. മനസ്സിലായില്ല. 5 മണിക്ക് എണീറ്റു. നീ പഠിക്കണ്ട, ഇത്ര ദിവസമല്ലേ നീ പഠിക്കണ്ടെന്ന് വെച്ചോ. നിനക്ക് കുളി അതൊക്കെയാണല്ലേ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള്. രാവിലെ യൂണിഫോം എല്ലാം ഇട്ടോ, രാവിലെ എടുത്ത് തലേ ദിവസം തേച്ച് വെക്കണം. യൂണിഫോം തേക്കാതെ രാവിലെ എല്ലാം എണീറ്റ് എങ്ങനെ വേണം, അങ്ങനെ തന്നെ വേണം. എന്നിട്ടിരുന്ന് പഠിച്ചാലും വേണ്ടില്ല. അവള് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുടി തോരട്ടെ, എന്നിട്ട് മുടി തോർന്നല്ലോ. പിന്നെ ഇനി എന്നാ ചെയ്യാ? കുഴപ്പം ഒരു കുഴപ്പമില്ല, കഴിക്ക്. അതാണ് എന്റെ കുഴപ്പം. കണ്ടോ വല്ലപ്പോഴൊക്കെ നമുക്ക് സംഭവം അതൊക്കെ. നീ പൊക്കോ. സമാധാനത്തോടെ ചോറൊക്കെ ഉണ്ട്. എന്തെങ്കിലും സമാധാനത്തോടെ പോകുന്ന കാണാനുള്ള ഇഷ്ടം കൊണ്ടായി വഴക്ക് പറയുന്നത്. അതില്ല ചേച്ചി മതി കഴിച്ചത്. ഇപ്പൊ കരിയോ? സമയായി. ഗൂഗിള് പറഞ്ഞ് മതിയോ? കഴിച്ച് കുസുമ്പന്റെ നോട്ടം ഉണ്ടോടി. ഇതിന്റെ ഉമ്മ വെച്ച് കളിയോ? മതിയോ? ആ മതി. നിന്നോട് സ്കൂളിൽ പോകാൻ പറഞ്ഞു. ഗൂഗിൾ സ്കൂളിൽ പോകാൻ പറഞ്ഞു. മതിയോ? 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 പാത്രം കഴിയിട്ട് വാ. സ്നേഹമാണ് നേരനുസരിച്ചോട് വഴക്ക് പറഞ്ഞോണ്ടാണ് അവളെ. രാവിലെ ചോറല്ല, വൈകിട്ട് വൈകിട്ട് ചോറ്. ബാടി പോവാം. പോട്ടെ അപ്പാ കേട്ടോ. പോട്ടെ കുത്തിയിടണോ ഇത്? പവർ ബാങ്കിലാണോ? ഐ ഡി കാർഡൊക്കെ ഉണ്ടല്ലോ കയ്യിലല്ലേ? മാ കഴിക്കോ? പല്ല് തേച്ചായിരുന്നോ? പട്ടി അടിച്ചോട്ട് പോകുന്നുണ്ടമ്മേ. ഞാൻ പോട്ടെ വെറുതെ. ജാനുട്ടി കുളിക്കുന്നു, കുട്ടപ്പായ ഡ്രസ് തേക്കുന്നു. കുട്ടപ്പായ ഡ്രസ് തേക്കുന്നു. ജാനുട്ടി ആ ഡ്രസ് ഷാമ്പൂ സ്കൂളിൽ പോകുന്നു. കുട്ടപ്പായ കുളിക്കുന്നു, ജാനുട്ടി ഡ്രസ് തേക്കുന്നു. മതിയോ? ശിവ പല്ല നിൽക്കുന്നു. പിന്നെ ലച്ചു ഒരുങ്ങുന്നു. ശിവ കുളിക്കുന്നു. കുട്ടപ്പയെ കുളിക്കുന്നു, ജാനുവിന്റെ ഡ്രസ് തേക്കുന്നു. മതിയോ? മതി. ശിവ കുളിക്കുന്നു. ചേട്ടൻ്റെ കാര്യം മറന്നുപോയാ? വീട്ടിൽ വിജയമ്മൊന്നുമല്ല. സലാമണ്ണാടി. കാർന്നേ ഇവിടെ വടി വെട്ടിയിട്ടേക്കുന്നുണ്ടോ? ആ ഈ റോഡിൽ കൂടെ മൊത്തം പടിയുണ്ട്. നല്ല ചുരുക്കുണ്ട്. വിജയമ്മയൊന്നും ഇപ്പം വരുന്നില്ല. വരുമായിരിക്കും. വരുവാണെ കാണാം. ആർക്കും നിനക്കോ? അപ്പല്ല ചപ്പാത്തി സാമ്പാറും. ഹലോ ഹലോ. അതെ ചപ്പാത്തി സാമ്പാറും. മതിയോ? മതി. ജന്തർ വിട്ട് പൂരി.
നിനക്ക് വേറെ പണിയൊന്നുമില്ല എടി. കറിയൊന്നുമില്ല. ഇല്ല ഇല്ല. അപ്പവും കടല് ഒക്കെ സമ്മതിച്ച് വാങ്ങ കറിയൊന്നുമില്ല. പഞ്ചസാര നിനക്ക് എന്നാ പറ്റിയടി? അടയപ്പാടാ. അടിയാ നിനക്ക് വേണ്ട? അടി അതല്ല, അതാ വേണ്ട. ഞാൻ പറയട്ടെ, അലിച്ചേച്ചിയുടെ വീട്ടാടെയാണ്. ആണോ? മതിയോ? മതി. ശർക്കരയുടെ. ഓ അതാണോ? മതിയോ? മതി. പിന്നെ വിജയമേട്ട് അപ്പവും കടലയും. പിന്നെ ജയതമനോട്ട് പൂജയല്ല. നീ മിണ്ടായിരുന്നടി. സമാധാനം താടി, സമാധാനം. വിട്ടല്ലേ ദോശയും ചമ്മന്തിയും. അത് വേണ്ട. അതെ, ആയിരുന്നു സാധാ ദോശ. സാധാ ദോശ. ഇഷ്ടല്ലേ പൊറാട്ടയും മുട്ടക്കറിയും. ആയിക്കോട്ടെ. ശാമ്പവിയുടെ വീട്ടിൽ പൂച്ച. ചോറും ബീൻസ്. ചേച്ചിയുടെ ബസ് വരുവേ. ഡിബ വിട്ടോ? നല്ല മണമുണ്ടല്ലോ. എവിടുന്നാ ചേച്ചി? ഡിബ ഞാനൊന്നും കഴിച്ചില്ല. എനിക്ക് നേരമില്ല. എനിക്ക് തിരക്കാണ്. അപ്പഴേ നമ്മുടെ കൊല. നമ്മുടെയോ? വാഴ. വാഴക്കൊല. അവിടെയോ? അപ്പഴേ വാഴയില. അപ്പൊ നമ്മുടെ കിണറ്. മതിയോ? പോയി കാണും. അയ്യപ്പ സീസണാണ്. പുള്ളി നേരത്തെ പോകുന്നു പറഞ്ഞു. ബ്ലോക്ക് കാരണം. ഇവളുടെ വണ്ടി വരുമ്പോൾ തന്നെ പോയാൽ മതി. ഇവളുടെ വണ്ടി തന്നെയാണല്ലോ അതിന് മുമ്പ് വരും. അത് കഴിഞ്ഞ് നിനക്ക് അവിടെ ചെല്ലാൻ സമയമുണ്ട്. നഖം വളർത്തി വെച്ചേക്കുന്നുണ്ടോ? പ്രാന്തി കാണിക്കണി. ഉണ്ടോ പ്രാന്ത്. ചേച്ചി സ്കൂളിൽ ചോറല്ല. ചേച്ചിയുടെ വീട്ടില് ജനഗണമനയാ. കേട്ടോ? മതിയോ? മതി. വണ്ടി അവിടെ ബ്ലോക്കായി. പോയോ? അങ്ങനെ പഠിക്കുമോ? നിന്ന് പോയല്ലോ അവിടെ. മുട്ട മേടിക്കാൻ പോയാണ്. ചെവി കേൾക്കത്തില്ല എനിക്ക്. അല്ല പിന്നെ ആരോ വരുന്നുണ്ടല്ലോ. വണ്ടി വരുന്നുണ്ട്. ഓടിക്കും. വേറെടി അവന്റെ
അവൻ്റെ പേര് നീ പറഞ്ഞാൽ മതി. നിന്നോട് പറഞ്ഞു കൊടുക്കല്ലേ നോക്കാം. എനിക്കറിയത്തില്ല. പിന്നത്തെ നീ വേണം പറ. ഒന്നും കൂടെ പറ. ആദ്യത്തിനും അതില് മൂത്ത മകന്റെ കൊച്ചിന്റെ അല്ല. ആദിത്യനും എന്നാ ഒന്ന് ഞാൻ പറയാം, പിന്നെ ഇനി പറയല്ലേ. ആദിത്യനും ആദിയേശു. മൂത്ത മകന്റെ കൊച്ചിന്റെ പേരാണ് ആദില്. ആദിയേശു എഴുന്നേറ്റില്ല മോനെ. ഇന്ന് അവർക്ക് പഠിത്തമില്ല. ഇന്ന് പഠിത്തമില്ല. അവർ എഴുന്നേറ്റില്ല. ആദ്യത്തെ വീട്ടിലുണ്ട്. അവർക്കും ഇല്ല. അവർക്ക് ഇനി വെള്ളിയാഴ്ചയേ ഉള്ളൂ. വീട്ടിലുണ്ട്. അവിടെ എഴുന്നേറ്റ് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ഞാൻ പൊക്കോട്ടെ മോനെ. മോൻ എന്നാ കഴിച്ചേ? അപ്പൊ അങ്ങോട്ട് വണ്ടി വന്നിട്ടല്ലേ പോകുന്നുള്ളൂ. ഞാനാ പോട്ടെ എന്ന് പറഞ്ഞു പോവാണേ. നാരായണ ബസ്സൊക്കെ വരുന്നു. അയ്യോ, എത്ര ദിവസം കൂടിയാ. വരാനുള്ളൂ. കാരണം ഇന്ന് താമസിച്ചു വന്നിട്ട് അവളുടെ ബസ് അവൾക്ക് കിട്ടിയല്ലോ. അവൾ ഒത്തിരി താമസിച്ചാണല്ലോ വന്നേ. 41 സാധാരണ 35, 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് പോകുന്ന വണ്ടിയാണ്. ബ്ലൂ. ഞാൻ ബസ്സിനൊന്നുമല്ല, ഞാൻ ഇവിടെ നടന്നല്ലേ പോണേ. ഏത് ബസ്സിനാണോ? ഞാൻ ബസ്സിനല്ല, നടന്നാന്ന് പറഞ്ഞില്ലേ. നിന്റെ ബസ് കാണാനില്ലോ. ഇന്ന് പഠിത്തം ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അതെപ്പോഴാ? എന്നാ? ഇന്നുണ്ട്. നാളെ ഉണ്ട് കേട്ടോ. നീ അവർക്കൊക്കെ ഉമ്മ കൊടുത്തല്ലോ, എനിക്ക് ഒന്നുമില്ല. ഡ്രസ് അപ്പഴെടുത്തേ ഞാനുണ്ട്. അപ്പേ ജയമോളില്ലേ, അതാണ് അമ്പിളിശാന്തി. അവിടെ അമ്പിളിശാന്തി വീട്ടിലുണ്ട്. അമ്പിളിശാന്തിയുടെ വീട്ടിൽ കഴിച്ചോ? കറി ചോദിച്ചു. പിന്നെ അപ്പേ തെറാപ്പി ചെയ്യുന്നതിൻ്റെ തെറാപ്പി. അത്യാവശ്യം നല്ല മൂടലാണല്ലോ. വീണ്ടും ന്യൂനമർദ്ദം എന്തോ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.
വാ. ആ എടാ ഞാൻ ഓർത്ത് ആരാ? ആ ഇന്ദു 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 ആരെയാ ഇപ്പം കോരത്തോള്? കായർപ്പള്ളിയുടെ അവളെൻ്റെ കൂടെ പഠിച്ചാ? ആ സൗണ്ടാന്ന് തോന്നുന്നു, പക്ഷെ ആ സൗണ്ടിന്റെ സ്റ്റൈൽ അറിയാം. ആൾക്കാർ കയറിയില്ല ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. നാടാ കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ് കയറുന്ന ഒരു സാഹസിക അഭ്യാസം. പണ്ടൊക്കെ ഈ ബിൽഡിങ് കുറേ കൂടി ഇപ്പുറത്തോട്ടായിരുന്നു. ബസ് കയറാനുള്ള എളുപ്പത്തിന് ഇപ്പോൾ പൊളിച്ച് കുറേ മാറ്റിയതാണ്. പേരാണ് നിപ്പിന് വില ഉണ്ടായിരുന്നെങ്കിൽ ഓട്ടോക്കാരൻ കയറുന്നുണ്ടോ? ഓട്ടോക്കാരൻ കയറിയുണ്ടോ? അന്നേരം ഇവിടെ ഇവിടെ ഓട്ടോ ഈ ഓട്ടോക്കാരൻ ക്രോസ് വെച്ചാണ്ടോ ഈ വണ്ടിക്ക്? അത് നമ്മളും ചാടിക്കോ. നീ പറ. തിരക്കട്ടെ.
100% അല്ലേ? ഇത് ഒരാളെ വർക്ക് ചെയ്തു. ഇനി 100 ആൾക്കാർ 1% വർക്ക് ചെയ്ത അവസ്ഥ 100 ആളുകൾ 1% വെച്ച് വർക്ക് ചെയ്ത ഇതിനേതാ നല്ലത്? ഇത് ആക്റ്റീവാണ്, ഇത് പാസീവാണ്. ഇതിലേതാ വേണ്ടതെന്ന് തീരുമാനിച്ചു. അതൊരു പാട്ട് പാട്. ഇപ്പൊ പഠിക്കോ? ആ പെട്ടെന്ന് പാടിയാൽ അത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അടുത്ത പ്രാവശ്യം ശരിക്കും ഇപ്പൊ പഠിക്കുമോ? ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുക. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. പണ്ടിങ്ങനെ വരും. ആർക്ക്? പണ്ട് സ്ഥിരം തേരപ്പാര നടന്നിട്ടിരുന്ന ഞാനും ജയം. എന്നാലും സാധനം കൊണ്ടുവന്നല്ലേ ശിവ? ഇവിടെ കയറാനാണോ? ഇറക്ക് ഉണ്ടോന്ന് ചോദിക്കും. പടിയെന്നല്ലേ പുള്ളി പറഞ്ഞല്ലേ? ഏത് ആണോ? ആ അവൻ്റെ അത് കാരപ്പള്ളി വരെ എല്ലാം വേണ്ടതായിരുന്നു. ആരോ പിള്ളേരെ കഴിഞ്ഞ ദിവസം അവിടെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഈ ഇവിടെ വരുമ്പോൾ തണുപ്പായല്ലേ? അത് നമ്മൾ മുണ്ടക്കത്തെ കാലാവസ്ഥയല്ലേ ഇവിടെ, അതുകൊണ്ടാണ് തണുപ്പ് പോകുന്നത്. നല്ല തണുപ്പുണ്ട്. ആ മരം നിൽക്കുന്നതിൻ്റെയാ. ഓ എന്തോ ഒരു എ സിക്കകത്തോട്ട് കയറിയ പോലെ അല്ലേ? എ സിക്കകത്ത്
ഹലോ, അവരുടെ നമ്പർ തന്നേ. അതൊന്നും പറയാൻ ആവശ്യമുണ്ട്. അത് വേണ്ടല്ലോ. ഇവർക്ക് കുഴപ്പമില്ല. അമലിനെ വിളിച്ച് പറയണ്ടേ? അമലിനെ വിളിക്കുന്നത്. അരമണിക്കൂറായിട്ട് താഴെ പോയി നിൽക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അരമണിക്കൂറായി. ഇപ്പോൾ പറയുക ബൈപ്പാസിലെ വണ്ടി വരത്തുള്ളൂ, അങ്ങോട്ട് വരാൻ. ഞാൻ കയറിപ്പോൾ ജയ പോയി ഓട്ടോ വിളിച്ച് കൊണ്ടുവന്നോളൂ. അവരുടെയൊക്കെ ഓരോ കേസ് കേട്ട് ജയ വിളിച്ചമ്മാരെ എന്തോ അവിടുത്തെ മെയിൻ ആളെ വിളിച്ച് പറഞ്ഞു. അപ്പോഴത്തേനും ഇവിടെ ഇറക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ തന്നെ കൊണ്ടിറക്കി. വെറുതെ ഞാൻ ഇറങ്ങിപ്പോയിട്ട് കയറി വന്നു. അവളും വെറുതെ ഇറങ്ങിപ്പോയി. ഓലൊക്കെ വള്ളി എന്ത് വന്നില്ലേ? ഇതിനായിട്ട് നിനക്ക് നേരത്തെ കഴിക്കത്തില്ല? ഇവിടെ വരുമ്പോഴാണ് നിനക്ക് കഴിക്കാൻ മുട്ടുന്നത്. ഇത്ര നേരം മെച്ചപ്പില്ലായിരുന്നോ? എനിക്ക് കുറച്ച് ജയ വരട്ടെ, മര്യാദയ്ക്ക് കൂടെ എനിക്ക്. അതിനെന്നാ ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഭാഗ്യം ആ പാത്രം ആ വാട്ടർ ബോട്ടിൽ കൊടുത്തു വിടല്ലേ ഇവക്ക്? അത് അടക്കിയല്ലേ ഇവള്? എടി അവിടെ എന്താടി എന്നൊരു കാര്യം പറയട്ടെ. നിനക്ക് ഈ ബോട്ടിൽ ഇനി തരത്തില്ല. നീ അത് അടയ്ക്കാഞ്ഞിട്ട് കണ്ടോ? വെള്ളം മൊത്തം അതിനകത്ത് വേണം. ആ തരത്തില്ലേ? ആ വേറെ ഇല്ല, മറ്റേ അതേ തരത്തുള്ളൂ. ആ വാട്ടർ ബോട്ടിൽ മൊത്തം വെള്ളം മൊത്തം അതിനകത്ത്. കഴിഞ്ഞ ദിവസം ഒന്ന് കഴുകിയതല്ലേ ഉള്ളൂ മൊത്തം വെള്ളം വീണിട്ട്. പഴയത് ആ അത് വരും. ബ്ലാക്ക് മതി കേട്ടോ, ബ്ലാക്ക് മതി. ബ്ലാക്ക് കാക്ക പോയിട്ടില്ല, അതൊക്കെ ഇഷ്ടമാണ്, ഊരിപ്പോത്തില്ല കേട്ടോ. ബ്ലോക്ക് ആയതുകൊണ്ട് പുതിയ ഡ്രൈവറായിരുന്നു. പുള്ളിക്ക് അത്ര വലിയ വശമില്ല. എന്ത് കാര്യമുണ്ട്? നമുക്ക് ഈ ബ്ലോക്കൊന്നും ബാധകമല്ല. നമ്മൾ രാത്രി അവർ പറയുന്ന സമയത്ത് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകണം. ഒന്നാമത് ആ റോഡിൽ നിറച്ചും വണ്ടിയാണ്, അത് നടക്കാൻ പോലും വയ്യ. അതിനിടയ്ക്ക് അവിടെ കൊണ്ടിരിക്കണം. ആ പാലത്തിലൊക്കെ ഇപ്പം അയ്യപ്പ സീസണും കൂടെ ഉണ്ട്, ഭയങ്കര തിരക്കാണ്. ചേച്ചി വാ ഇരുട്ട്. മിടുക്കി. എന്നാന്നറിയോ, കഴിക്കുന്ന കാര്യമൊന്നും ചോദിച്ചില്ല, അതിനാ മിടുക്കിയാണ്. ഈ സമയമാവും ഇവിടെ വരുമ്പോൾ. ഇവിടെ താഴെ ഇറക്കിയിട്ട്, അപ്പോൾ ഇവർ അപ്പുറത്ത് ഇറക്കിയിട്ട് ഇവിടം വരെ നടന്നു പറഞ്ഞെങ്കിൽ ഇനിയും 10-15 മിനിറ്റ് കൊടുക്കും. ആ ഉണ്ട്, വീട്ടിലുണ്ട്. വീടില്ല, നോക്കി. ആര്?
ആര് വന്നു? ഞാൻ ഊരാ. അത് ചെറുപ്പം ചെറുപ്പൂരിയില്ലേ?